ഹലോ ഗൈസ്, എല്ലാവർക്കും സഫീസ് ഫ്ലോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വീഡിയോ എന്നുള്ളത് നമ്മളുടെ ചെറിയ ഗാർഡൻ വിശേഷങ്ങൾ, നമ്മളുടെ ഓർക്കിഡ്, നമ്മളുടെ ചെടികൾ, അവിടെയെല്ലാം വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടാലോ. ഇതെല്ലാം നമ്മളുടെ ചെടികൾ. ഇത് നമ്മുടെ ഇസഡ് പ്ലാന്റ്. ഇനി കാണുന്നതെല്ലാം നമ്മുടെ അഗ്ലോണിമകളുടെ വെറൈറ്റീസാണ്. ഒരു സൈഡ് അഗ്ലോണിമാസ് എല്ലാം നമ്മൾ നിനക്ക് ചെറുതായിട്ട് ക്രോപ്പൊക്കെ ചെയ്ത് കാട് പോലെയായിട്ട് ക്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടേക്ക് ഇനി വെട്ടാനുള്ളതാണ്. പിന്നെ കാണുന്നത് നമ്മുടെ ചെങ്കല് കളറുള്ള നമ്മുടെ റോസ ചെടിയാണ്. അത് മുട്ടായിട്ടുണ്ട്. വൈറ്റ് റോസ് പൂവ് വിരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ സൈഡെല്ലാം കുറേ ഇനി വെട്ടി വെളുപ്പിക്കാനുണ്ട്. കാടായി മൊത്തം. ഇത് നമ്മുടെ വൈറ്റ് കടലാസ് ചെടി പൂവായി. പിന്നെ ഉള്ളത് നമ്മുടെ 10 മണികളാണ്. ഇതന്ന് നട്ടിട്ട് ഉഷാറായിട്ടില്ല. ഇനി കുറച്ച് വളമെല്ലാം ചെയ്താൽ ഒന്ന് ഉഷാറായി വരുള്ളൂ. പിന്നെ നമുക്കതാണ് ചെയ്യാനുള്ളത്. ഇത് നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ഉള്ള നമ്മളുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സും എല്ലാമാണ്. ഗ്രൗണ്ട് ഓർക്കിഡ്സ് എല്ലാം പൂവെല്ലാം കൊഴിഞ്ഞ് നിൽക്കുവാണ്. ലാസ്റ്റത്തെ ഓർക്കിഡാണെങ്കിൽ കോഴി നിന്ന് മുട്ടത്തലേനാക്കിയേക്കുവാണ്. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് സൈഡിൽ ഉള്ള ഹാങ് ചെയ്തേക്കുന്ന പ്ലാന്റ്സ്. മണി പ്ലാന്റ്സും ഈ പ്ലാന്റ്സുമാണ് നമുക്ക് ഹാങ് ചെയ്തിട്ടുള്ളത്. ഇവരുടെ എല്ലാം വ്യൂ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ ആയിരിക്കും കുറച്ചും കൂടിയും ഭംഗിയായിട്ടുള്ളത്. ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ വലിയ ഭംഗിയില്ല. അപ്പോൾ നമുക്കിനി അടുത്തത് ഫ്രണ്ട് സൈഡിൽ നിന്ന് കണ്ടോ. അതായത് റോഡ് സൈഡിൽ നിന്നുള്ള ആണ് വെയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് എല്ലാം അങ്ങോട്ടേക്കാണ് വളർന്നു നിൽക്കുന്നതും അങ്ങോട്ടേക്കാണ് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് കാണാൻ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നല്ല അടിപൊളി പ്ലാന്റാണ്. കുറച്ച് വളം മതി. വളം കൂടിയാലും പെട്ടെന്ന് അലുത്ത് പോകും. അത്യാവശ്യം കെയർ വേണ്ട പ്ലാന്റാണ്. പക്ഷേ നല്ല എപ്പോഴും പൂവായിട്ടേക്കും ഒടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചെനപ്പായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇതെല്ലാമാണ് നമ്മളുടെ ഹാങ് ചെയ്തേക്കുന്ന ചെടികളും മറ്റതും ഉള്ളത്. ഇനി നമുക്ക് കാണാനുള്ളത് നമ്മളുടെ ഓർക്കിഡ്സാണ്. ഓർക്കിഡ്സ് ഇല്ലാണ്ട് എന്താഘോഷം നമുക്ക്. നമ്മളുടെ ഒട്ടുമിക്ക ഓർക്കിഡ്സും ഫ്ലവർ ചെയ്ത് വെക്കുവാണ്. അതാണ് കാണുന്നത്. ഇനി ഏതാനും ചെറിയ കുറച്ച് ഓർക്കിഡ്സ് മാത്രമേ ഫ്ലവർ ചെയ്യാനുള്ളൂ. അതിൽ ചിലതെല്ലാം ആദ്യമേ ഫ്ലവർ ചെയ്തതിന് കഴിഞ്ഞ ദിവസം മഴയിൽ പൂവിൽ വെള്ളം വീണ് അലുത്ത് പോയിട്ടുണ്ട്. അല്ലാത്തവരെല്ലാം അടിപൊളിയായിട്ട് നിൽക്കുന്നു. ഓർക്കിഡ്സ് എല്ലാം പ്ലാന്റ് ചെയ്യുന്ന ടൈമായി വരുന്നു. ഇതാണ് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ട് വിരിഞ്ഞേക്കുന്ന ഓർക്കിഡ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല. ബാക്കിയെല്ലാം എപ്പോഴും വിരിയാറുള്ളതാണ്. അതുപോലെ നമ്മുടെ വൈറ്റ് ഓർക്കിഡും വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.